मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। സോർദാരെ, അടിപൊളിയായിട്ടുള്ള മണം വരുന്നുണ്ടല്ലോ. ഞാൻ ചോല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹണി, മസാല തീർന്നു പോയിരിക്കുകയാണ്. കടയിൽ പോയി വാങ്ങിച്ചോണ്ട് വാ. ഇപ്പൊ തന്നെ വാങ്ങിച്ചോണ്ട് വരാം. കട വരെ പോയി വാങ്ങിച്ചോണ്ട് വരണ്ട എന്താ ആവശ്യമുള്ളത്? കന്നാ സാറിന്റെ വീട്ടിൽ പോയി അവിടുന്ന് തന്നെ വാങ്ങിച്ചോണ്ട് വരാം. കന്നാ സാറേ, കന്നാ സാറേ, കന്നാ സാർ. ഈ കന്നാ സാർ എവിടെയാ പോയത്? ഈ കന്നാ സാറിന്റെ ഒരു കാര്യം, കിച്ചണിൽ വെക്കേണ്ട സാധനം ഡ്രോയിങ് റൂമിൽ വെച്ചിരിക്കുക. ഇന്നാ അല്ല, ഇതെന്ത് മസാലയാണ്? കന്നാ സാറിന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ. ഓ, മുത്തശ്ശി നാട്ടിൽ നിന്ന് കൊടുത്തയച്ച മസാലയായിരിക്കും. കൊള്ളാം, എന്തൊരു വാസനയാണ്. സംശയമുണ്ടോ? കന്നാ സാറിന്റെ വീട്ടിൽ നിന്നാണ് മസാല കൊണ്ടുവന്നത്. അദ്ദേഹത്തിനും കൂടെ കൊടുക്കാം. ഞാൻ കൊടുത്തിട്ട് വന്നേക്കാം. എന്റെ അമ്മോ, വായിക്കൂടെ വെള്ളം ഊറുക. ജോർദാറെ, കുറച്ചും തന്നെ. പട്ടൂരയും കൂടെ ഒന്നും ഉണ്ടാക്കട്ടെ. അതിനോടൊപ്പം നമുക്ക് പിന്നെ കഴിക്കാം. ആദ്യം ശകലം ഒന്ന് തന്നേക്ക്. സംശയമുണ്ടോ? നിക്ക് നിക്ക്, ഞാൻ എത്തിപ്പോയി. സമയത്തിന് കൊണ്ടുപോയി കൊടുത്തു. കന്നാ സാർ ആഹാരം കഴിക്കാൻ തുടങ്ങുമായിരുന്നു. ഇപ്പോ നമുക്ക് കഴിക്കാം. എന്റെ അമ്മോ, വല്ലാത്ത എരിവ്. എടാ, ഞാൻ പന്ത് പോലെ കിടന്ന് കറങ്ങുകയാണ്. സംശയമുണ്ടോ? എന്റെ അമ്മോ, ഇത് കഴിച്ചെന്തോ സംഭവിച്ചിരിക്കുകയാണല്ലോ. ഇങ്ങോട്ട് നോക്ക്. ഞമ്മന്റെ ചോലയെ കുറിച്ച് ഒന്നും പറയല് കേട്ടാ. നീ എന്താണ് കാണിച്ചത്? നിന്നെ ഞങ്ങൾ വെറുതെ വിടുകയില്ല. ആഹാരത്തിൽ മായം ചേർക്കുന്നവരോട് ഞാൻ മര്യാദയില്ലാതെ സംസാരിക്കും. എങ്ങനെയാടോ നമ്മുടെ ശബ്ദം ഇങ്ങനെയൊക്കെ മാറിപ്പോയിരിക്കുന്നേ? ഇന്നലെ രാത്രി ഞാൻ പൊരിച്ച ചിക്കനാണ് കഴിച്ചത്. ജോർദാർ, നീ എന്താണ് കൊടുത്തയച്ചത്? അടികൈ. മിണ്ടി പോരുത്. ഞാൻ എന്നും പോലെ തന്നെയാണ് ചോലി മസാല ഉണ്ടാക്കിയെടുത്തത്. ഒത്തൊരുമിച്ചാൽ എന്നും നമുക്ക് കരുത്താണ്. ഇത് വോയിസ് മാറ്റി സംസാരിക്കുന്ന മുത്തച്ഛന്റെ മരുന്നാണ്. ഇന്ന് നമ്മുടെ മേഡമിന്റെ വീട്ടിലേക്ക് ഗസ്റ്റ് വരിക. അങ്ങേർക്കാണെങ്കിൽ മിമിക്രി എന്ന് വെച്ചാൽ ഒട്ടും ഇഷ്ടമല്ല. മുത്തച്ഛന്റെ ഫോൺ വിളിച്ചിട്ട് നോട്ട് റീച്ചബിൾ ആണല്ലോ. ഇന്ന് നമ്മൾ പെട്ടത് തന്നെ. ഇനി എന്താ ചെയ്യാ? വേഗം പാടോ, നമുക്ക് ഓരോ വഴിയിലൂടെ പോയി മുത്തശ്ശനെ കണ്ടുപിടിക്കാം. വാളും കൊടുത്തോടാ.
ഒന്ന് പെട്ടെന്ന് എടുക്കണ ഇങ്ങോട്ട്. മിണ്ടി പോകരുതോ. ഞങ്ങളെ പേടിപ്പെടുത്തണോ? അയ്യോ പിടിക്കടാവനെ. എവിടെയാണോ പോകാൻ? നിൽക്ക നിൽക്ക. എടാ നിൽക്കടാ അവിടെ. ഇനി എങ്ങനെ നീ രക്ഷപ്പെടും? എടാ, നിൽക്കാനാ പറഞ്ഞ. നിന്നെ വിടുക ഞങ്ങള്. നിൽക്ക. കുടുങ്ങിയല്ലോ. ഇനി എങ്ങനെ രക്ഷപ്പെടും? ഇനി നീ എവിടെ പോയി രക്ഷപ്പെടുവടാ? ഐഡിയ. ഓ ഓ ഞാൻ രക്ഷപ്പെട്ടേ. അയ്യോ കുഴി. എന്താ നോക്കുന്നത്? ഇങ്ങനെ ഇരുന്ന് ആരെങ്കിലും റാഞ്ചി കൊണ്ടുപോകും. മൂത്തവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? കുരുത്തം കെട്ടവനെ. അത്രയ്ക്കായോ? ഞാൻ പറയുന്ന കാര്യം ആദ്യം കേൾക്ക്. ഞാൻ കേൾക്കുന്നില്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ കേട്ടാൽ നീ ഇവിടുന്ന് പറക്കും. ഐഡിയ. എന്റെ അമ്മോ, ചൂട്. എന്തൊരു ചൂടാ. ഇനി എങ്ങാനും നിന്നെ ഇവിടെ കണ്ട എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. അതെ, കറുത്ത എവിടെങ്കിലും കണ്ടായിരുന്നോ? കറുത്ത എല്ലാരും സുഹൃത്താ. കറുത്തയെ തന്നെ കളിയാക്കാണോ? അല്ല അല്ല ലളിതേ. അത് ശരി, എന്നെ ലളിത എന്ന് പറയാണോ? ഞാൻ എന്താ പെണ്ണാണോ? ഞാൻ പറയുന്ന കേക്ക്, നീ ആൺകുട്ടിയാണ്, നല്ല ഊശിലുള്ള ആൺകുട്ടി. ഔ, ഒരു വട്ടന്റെ അടുത്ത് പ്രശ്നമുണ്ടാക്കിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് തനിക്ക് അറിയാമോ? എന്താ സംഭവിക്കാ? ഇങ്ങനെ സംഭവിക്കും. എന്റെ അമ്മോ, ഓടിക്കോ, അല്ലെങ്കിൽ പടി പോക്കാ. നിക്ക്. ആൺവീട്ടുകാര് കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. ഹലോ, എന്നെ സ്വാഗതം ചെയ്യുന്നില്ലേ? അവന്റെ വീട്ടുകാര് തന്നെയാ. അടിക്കവനെ. അറിയാതെ നിങ്ങളടുത്ത് ചോദിച്ചു പോയതാണ്. ഓടിക്കോ. ഹണി എല്ലാവരുടെയും മുന്നിൽ, എല്ലാവരും ഹണിയുടെ പിന്നിൽ. ഇന്നെന്റെ പണി തീരും. ഓടിക്കോ. നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോയത്? ഞങ്ങൾ എല്ലാവരും മുത്തശ്ശനെ അന്വേഷിച്ച് പോയതായിരുന്നു. മുത്തശ്ശനെ എവിടെയും കണ്ടുകിട്ടിയില്ല. സംശയമുണ്ടോ? നിങ്ങൾ ഈ മിമിക്രി ചെയ്യുന്നതൊന്നും മതിയാക്കൂ. വേഗം പോയി ഡിന്നർ എടുത്ത് വെക്കൂ. ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. മിണ്ടരുത്. ഇടാ, മേഡമിനോട് മിണ്ടരുതെന്ന് പറയുന്നു. മേഡം നമ്മുടെ അമ്മയാണ്. നിങ്ങൾ എല്ലാരും ദയവേദി നാടകം ഒന്ന് നിർത്തുന്നുണ്ടോ?
മാഡം ഞങ്ങൾ ഒന്നും അറിയാത്ത കൊച്ചു കുട്ടികളാണ്. മാഡത്തിനെ കളിയാക്കിയതല്ല. കണ്ണാ സാറിന്റെ മുത്തച്ഛന്റെ മരുന്ന് കാരണം ഞങ്ങളുടെ ശബ്ദമെല്ലാം മാറിപ്പോയതാ. എന്റെ അമ്മോ, ഇനിയിപ്പോ എന്താ ചെയ്യുന്ന എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്റെ ഗസ്റ്റുകൾക്ക് മിമിക്രി എന്ന് വെച്ചാൽ ഒട്ടും തന്നെ ഇഷ്ടമല്ല. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല മാഡം. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്ത് വായിക്കാം. എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അവർ ഫാമിലി ഡിന്നറിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ. എന്നാൽ ഞങ്ങളൊക്കെ മിണ്ടാതിരിക്കാം. നിങ്ങൾ മൗനവ്രതം എന്ന് പറഞ്ഞാൽ മതി. ഇല്ല, ഈ ഐഡിയ എന്തായാലും വർക്ക്ഔട്ട് ആവില്ല. ഹായ് എവരിബഡി. വരണം സർ. ബാഡ് മാനേഴ്സ്. ഹായ് പറയുമ്പോൾ തിരിച്ച് ഹായ് പറയണം. അതെന്താന്ന് വെച്ചാ അവരെല്ലാരും ഇന്ന് മൗനവ്രതത്തിലാണ്. എല്ലാരും ഞാൻ ഇങ്ങോട്ട് വന്നത് ഇഷ്ടപ്പെടാത്തോണ്ടാ ഇവരെന്നോട് സംസാരിക്കാതിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? ഓണത്തിന് മാത്രമേ തുമ്പി തുള്ളുകയുള്ളൂ. മുത്തശ്ശന്റെ മരുന്നിന് 2 മണിക്കൂർ മാത്രമേ ശക്തിയുള്ളൂ. ആടികൈ. കണ്ണാ സാറിന്റെ ശബ്ദം പഴയതുപോലെയായി. നിന്റേതും എന്റേതും സംശയമുണ്ടോ? രക്ഷപ്പെട്ടു. മരുന്നിന്റെ വീര്യം കുറഞ്ഞിരിക്കുന്നു. എന്ത് മരുന്ന്? എന്ത് ശബ്ദം? നിങ്ങൾ എല്ലാവരും മൗനവ്രതമല്ലേ? ഇപ്പോഴത്തേക്ക് മാത്രമായിരുന്നു. ഇതെന്ത് മൗനവ്രതമാണ്? അതൊക്കെ വിട്ടേക്കൂ സർ. ദേ ഇങ്ങോട്ട് നോക്കി, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാനീയമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആഹാ, വളരെ നന്നായിട്ടുണ്ട്. ഇത് ഞാൻ ചാട്ട് മസാല ഇട്ടാണ് കൊണ്ടുവന്നത്. അടിപൊളി, ഇതെന്തായാലും നന്നായിട്ടുണ്ട്. അതിനകത്തുണ്ടായിരുന്നത് മസാലയല്ല, മുത്തച്ഛന്റെ മരുന്നാണ്. ഇനി എന്തായാലും 2 മണിക്കൂർ ബോസ് ഇങ്ങനെ സംസാരിക്കുള്ളൂ. ഇല്ല.